രണ്ട് വീടും ഒരു മരണവീടിന് തുല്യമാണ്. എന്നെ വന്ന് ഒറ്റ തള്ളി. എന്റെ കാര്യങ്ങൾ മൊത്തവും അമ്മൂമ്മയാ നോക്കുന്നത്. അമ്മയ്ക്കിപ്പം ഈ ഇത് സംഭവിച്ച പിന്നെ സഹിക്കാൻ പറ്റുന്നതിനപ്പുറത്തുള്ള വേദനയാ. ഈ അമ്മുമ്മയുടെ അനിയത്തിയുടെ മരുമോളാണ് ഈ ചെയ്തത്. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കൊല്ലം ഓടനവട്ടം എന്ന സ്ഥലത്താണ്. ഇന്ന് നമ്മളിവിടെ വന്നിരിക്കാൻ ഒരു കാരണമുണ്ട്. നമ്മളൊക്കെ എത്രയോ ബഹുമാനിക്കുന്നവരാണ് മുതിർന്നവരെന്ന് പറയുന്നത്. അവരെ നമ്മളൊരു വാക്കുകൊണ്ട് പോലും ഇതുവരെ നോവിക്കില്ല. അതുപോലെ നമുക്ക് അവരോട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയ്ക്കധികം സ്നേഹമുണ്ടാകും. എന്നാൽ ഇന്ന് ഒരു ചെറിയൊരു കാര്യത്തിന് ഒരു വയസ്സായ അമ്മയെ ബന്ധു ഉപദ്രവിച്ചിരിക്കുകയാണ്. നമുക്ക് ആ അമ്മയുടെ വീട്ടുകാരോട് എന്താ സംഭവമെന്ന് ചോദിച്ചറിയാം. എൻ്റെ പേര് രാജലക്ഷ്മി. കുറച്ച് ദിവസങ്ങളായിട്ട് മീഡിയയിലെല്ലാം വ്യാപിക്കുന്ന ഒരു വീഡിയോയുടെ ഭാഗമായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. അതിൽ അപകടം പറ്റി ഇപ്പോൾ ഹോസ്പിറ്റലിൽ കഴിയുന്നത് എൻ്റെ അമ്മൂമ്മയാണ്, സരസമ്മ എന്ന് പറയുന്ന അമ്മൂമ്മ. അപ്പോൾ ഇത് കുറച്ച് വർഷങ്ങളായിട്ട് നടക്കുന്നൊരു പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ട് ഇത്രയും വലിയൊരു സംഭവം ഉണ്ടാവുന്നത്. നമ്മൾ കുറേ നാൾ തൊട്ട് ഇത് സഹിക്കുന്നുണ്ട്. പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ അമ്മൂമ്മ സംസാരിച്ചത് പോലും ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഞങ്ങളുടെ വീട് റോഡിൽ നിന്ന് കുറച്ച് ഉയരത്തിലാണ്. അപ്പോൾ അങ്ങോട്ട് കയറിപ്പോകാനുള്ള വഴിയുടെ തൊട്ട് അടുത്താണ് ഈ സൗമ്യ അല്ലെങ്കിൽ സരിത എന്ന് വിളിക്കുന്ന ഈ സൗമ്യയുടെ വീട്. അപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ മണ്ണ് നീക്കിക്കൊണ്ടിരിക്കുക. അപ്പം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ കയറി പോകുമ്പോൾ ഞങ്ങൾക്ക് 2-3 കുഞ്ഞുങ്ങളും ഉണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും കയറി പോകുമ്പോൾ ഒരു അപകടം ഉണ്ടാകരുതെന്ന് കരുതിയിട്ടാണ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അമ്മൂമ്മ സംസാരിക്കുകയും അപ്പോൾ നിരന്തരമായിട്ട് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്തു. പക്ഷേ ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്യുമെന്ന് ഞങ്ങൾ ഒരിക്കൽ പോലും വിചാരിച്ചിട്ടില്ല. കാരണം ഞങ്ങളുടെ റിലേറ്റീവ് കൂടിയാണ്. ഈ അമ്മുമ്മയുടെ അനിയത്തിയുടെ മരുമോളാണ് ഈ ചെയ്തത്. ഞങ്ങളുടെ റിലേറ്റീവാണ്. അതുകൊണ്ട് ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. പക്ഷെ എന്നാൽ പോലും നമുക്ക് റിലേറ്റീവ് ആണെങ്കിൽ പോലും നമുക്കിത് ക്ഷമിക്കാൻ പറ്റത്തില്ല. കാരണം അമ്മുമ്മ അത്രയ്ക്ക് വേദന സഹിച്ചു. ഇവിടുന്ന് കസേരയിൽ എടുത്തിരുത്തി കസേരയോട് കൂടിയാണ് ഞങ്ങൾ അമ്മുമ്മയെ ഒരു 3-4 പേര് ചേർന്ന ഞങ്ങൾ കാറിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ വരെ ഞങ്ങൾ കുറേ കഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് അവിടെ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് കയറ്റാനായി ഞങ്ങൾ ഒരുപാട് വിഷമിച്ചു. കാരണം അമ്മുമ്മയ്ക്ക് ഈ ഒരു സമയത്ത് ഇത്രയും 84 വയസ്സുണ്ടെങ്കിലും ഒരിക്കൽ പോലും ഞങ്ങളെ ഒരു കാര്യത്തിന് അമ്മുമ്മയോ അപ്പൂപ്പനോ ഇതുവരെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. 87 വയസ്സുള്ള ഞങ്ങളുടെ അപ്പൂപ്പൻ്റെ എല്ലാ കാര്യങ്ങളും, അപ്പൂപ്പന് ശ്വാസം മുട്ടായിട്ട് 1 മാസമായിട്ട് കിടപ്പിലാണ്. അപ്പോൾ അപ്പൂപ്പൻ്റെ കാര്യങ്ങൾ നോക്കുന്നതായാലും അമ്മുമ്മയാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു സഹായം ആയിരുന്നു അമ്മുമ്മ. അപ്പോൾ ഇത് ഞങ്ങൾക്ക് ഒട്ടും ക്ഷമിക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അന്നേരം ഇതുവരെയും പോലീസിൻ്റെ നടപടികൾ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. അവർ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അപ്പോൾ അതിന് ഇന്നിവിടെ വന്നിരുന്നു. അപ്പോൾ നാളെ എന്തെങ്കിലും ഒരു പ്രൊസീഡിങ്സ് ആകും എന്ന് വിചാരിച്ച് ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ അതല്ല എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഞങ്ങൾ ഏത് രീതിയിൽ മുന്നോട്ട് പോകാമോ അതെല്ലാം ഞങ്ങൾ നോക്കും. എനിക്ക് അല്ല സംരക്ഷണം മൊത്തം അല്ലായിരുന്നു. എനിക്ക് വയ്യാതായിട്ട് കുറേ ദിവസങ്ങളായി. എനിക്ക് ആഹാരം കൊണ്ട് തന്നേച്ച് കൈ ഒഴുകാൻ വെള്ളം കൊണ്ട് തന്നെ കയ്യും കഴിയും വെച്ച് തോർത്തെടുക്കാൻ പോയതാണ്. അല്ല, ഞാനപ്പുറത്ത് അവിടെ ഇരിക്കുക. നോക്കിപ്പോണ്ട് ഇവിടെ നെടുവേ കിടക്കുന്നു. കൊല്ലിയാമെന്ന് മണ്ണ് ഒരു തീച്ചോണ്ട് കയറി വന്ന് വീട്ടിച്ച് തള്ളി കളഞ്ഞും വെച്ച് ഇറങ്ങി ഒരു ഓട്ടമാണ്. എനിക്ക് ഒന്നാമത് കാഴ്ചക്കുറവ്, കേൾക്കാൻ വയ്യ. എൻ്റെ സകല സംരക്ഷണങ്ങളും തെറ്റിക്കിടക്കുകയായിരുന്നു. ഈ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് എൻ്റെ പരുവത്തിലിരിക്കുന്നത്. ഇത് എൻ്റെ കാര്യമെല്ലാം അവതാളത്തിലായേനെ. എൻ്റെ കാര്യങ്ങൾ മൊത്തവും അമ്മൂമ്മയാണ് നോക്കുന്നത്. അമ്മൂമ്മയെ കൊണ്ടുപോയ സമയത്ത് ഓൾറെഡി സൗമ്യ അവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് വണ്ടി എടുത്തുകൊണ്ട് പോവുക ചെയ്തത്. പിന്നെ ഇതുവരെ നമ്മൾ കാണിയോ എടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. എവിടെയാണെന്ന് നമുക്ക് അറിയത്തുമില്ല. ഒന്ന് പറയാനുള്ളതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അമ്മൂമ്മ ഓൾറെഡി ഇത് ചെയ്തത്. നമുക്ക് പ്രശ്നം ഉണ്ടാക്കണ്ട എന്നുള്ള വിചാരത്തിലാണ് നമ്മൾ അവളോട് പ്രതികരിക്കാതിരുന്നത്. പക്ഷേ അമ്മൂമ്മയ്ക്ക് അത് കണ്ടപ്പോൾ അത് സഹിക്കാൻ പറ്റി കാണത്തില്ല. നമ്മൾ ഒരുപാട് തവണ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് അത് ഇടിച്ചിടരുത് എന്നുള്ള കാര്യത്തിൽ. നേരത്തെ ഇതേപോലെ ഞാനൊരു വട്ടം ഇങ്ങനെ സംസാരിച്ചതാണ്. അന്നിങ്ങനെ മണ്ണെടുത്ത സമയത്ത് ഞാൻ പോയി സംസാരിക്കുകയും അപ്പോൾ പറഞ്ഞു തന്നത് അത് ഇടിഞ്ഞു വീഴുവാണെങ്കിൽ നിന്റെ കൊച്ചച്ഛൻ അത് ചെയ്തു തരാൻ
ഇതുണ്ട് എന്നുള്ള രീതിക്കാണ് സംസാരിച്ചത്. അപ്പോൾ അതോടുകൂടി ഞാൻ അവിടെ സംസാരം നിർത്തുകയോ അതിനെ പ്രതികരിക്കാൻ പോവുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ പലപ്പോഴും അമ്മൂമ്മ എന്നോട് വന്ന് ഇങ്ങനെ സംസാരിക്കാറുണ്ട്, അത് അവിടെ ഇടിച്ചിടുക. ഞാൻ പറഞ്ഞു ഇടിച്ചെടുത്തോട്ടെ, അവരെന്തോന്ന് വെച്ചാൽ ചെയ്തോട്ടെ എന്നുള്ള രീതിക്കാണ് ഞാൻ പറഞ്ഞത്. അമ്മൂമ്മയെ തിരുത്താനാണ് ഞാൻ ശ്രമിച്ചത്. കാരണം വഴക്ക് കൂടി അതൊരു പ്രശ്നമാക്കണ്ട എന്നുള്ള കാര്യത്തിൽ. അതായത് നമ്മുടെ റിലേറ്റീവാണ്, നമ്മളെപ്പോഴും അത്രയും സ്നേഹത്തോടെ അടുപ്പത്തോടെ ഇരുന്നതാണ്. പിന്നെ നമ്മളത് പറഞ്ഞപ്പോൾ ഒരു വില പോലും കൊടുക്കാതെ വീണ്ടും വീണ്ടും അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തത്. ഹോസ്പിറ്റലിലാണ്, ICUയിലാണ്, ഓപ്പറേഷൻ കഴിഞ്ഞ് ICUയിലാണ്. ഒടുകൊണ്ട് ഇനി എന്ന് എണീറ്റ് നടക്കാൻ പോലും പറ്റുമെന്ന് നമുക്കറിയത്തില്ല. ഓൾറെഡി ഞങ്ങൾ ഇത്രയും വലുതായി എന്ന് പറഞ്ഞാലും അമ്മൂമ്മയുടെ ഒരു സഹായം എപ്പോഴും ഞങ്ങൾക്കുണ്ട്. ഈ മെനഞ്ഞാന്ന് ആ സമയം വരെ ഞങ്ങളെ അമ്മൂമ്മ സഹായിച്ചുകൊണ്ടേയിരിക്കുന്നതായിരുന്നു ഓരോ കാര്യങ്ങൾക്കും. പക്ഷേ പെട്ടെന്ന് ഞങ്ങളുടെ ഈ 2 വീട്ടിലും, അതായത് ചേട്ടൻ്റെ അനിയൻ്റെ വീടുകളാണ്, അവിടെ ഇളയാളുടെ കൂടെയാണ് അമ്മൂമ്മയുള്ളത്, അമ്മൂമ്മ അപ്പൂപ്പനും ഉള്ളത്. അപ്പം രണ്ട് വീടും ഒരു മരണ വീടിന് തുല്യമാണ്. കാരണം അമ്മൂമ്മ ഇല്ലാത്തൊരു ജീവിതം ഞങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റത്തില്ല. കാരണം ഈ 84 വയസ്സ് വരെ ഞങ്ങളെ കുഞ്ഞുനാൾ മുതലേ അമ്മൂമ്മയാണ് നോക്കിയെടുക്കുക എല്ലാം ചെയ്തിട്ടുള്ളത്. അപ്പൂപ്പനും അമ്മൂമ്മയാണ്. അച്ഛനും അമ്മയെല്ലാം ജോലിക്ക് പോകുന്ന സമയം എല്ലാം ഞങ്ങളെ അത്രയും കെയർ ചെയ്ത് വളർത്തിയത് അമ്മൂമ്മയാണ്. അപ്പോൾ അമ്മൂമ്മയ്ക്ക് ഈ ഒരു അവസാന നിമിഷം അമ്മൂമ്മയ്ക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വന്നത് നമുക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. പിന്നെ പറയാനുള്ളത്, ഇപ്പം നോർമലി വയസ്സായി നടന്നു പോയി അമ്മൂമ്മ മറിഞ്ഞു വീണെങ്കിൽ നമുക്കതിനെ ശരി അമ്മൂമ്മയ്ക്ക് വയ്യാതെ അമ്മൂമ്മ വീണത് പറയാം. ഇതിപ്പോ ഒരാളായിട്ട് അമ്മൂമ്മയ്ക്ക് ഈ ഒരു അവസ്ഥ കൊടുത്തതാണ്. അതിൽ നിന്ന് അമ്മൂമ്മ എന്ന് റെഡിയായി വരും നമുക്ക് അറിയത്തില്ല. പക്ഷെ ഞങ്ങൾ ഒരുമിച്ച് നോക്കും, അമ്മൂമ്മ എങ്ങനെ നടത്തിയെടുക്കാം എന്നുള്ള രീതിയിൽ തന്നെ ഞങ്ങൾ നിൽക്കും. ഞങ്ങൾ 8 കൊച്ചുമക്കളാണ്, ഞങ്ങൾ ഒരേപോലെ നിൽക്കുകയാണ്. ഇതിന് വേണ്ടുന്ന എന്താണെന്ന് വെച്ചാൽ അത് നടപടികൾ സ്വീകരിക്കുകയും ഇത്രയും ഒരു പ്രവണത ചെയ്തത് അതെന്തുകൊണ്ട്, എത്ര ദേഷ്യം വന്നാലും അവരുടെ ഏജെങ്കിലും ഒന്ന് ആലോചിക്കണമായിരുന്നു. അല്ലെങ്കിൽ അത് സംരക്ഷിച്ചുകൊണ്ടിരുന്ന മകനാണ്, ആ മകനെ വിളിച്ചെങ്കിലും പറയണം, അമ്മ എന്താണ് ഈ ചെയ്യുന്നത്, അല്ലെ അമ്മ എന്താണ് ഈ പറയുന്നത്, നിങ്ങൾ നോക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മയെ മര്യാദയ്ക്ക് നിർത്തുക, ഇത് കാര്യങ്ങൾ എന്തെങ്കിലും സംസാരിക്കായിരുന്നു. പക്ഷെ ഇതൊന്നും ചെയ്തില്ല. ഗേറ്റും തുറന്നു വന്ന് ഇങ്ങനെ ചെയ്യുകയാണ് ചെയ്തത്. അത് അനിയത്തിയോട് വെച്ചെന്ന് പറയുന്നുണ്ട്, ഞാൻ കേസ് കൊടുക്കും, ഞാൻ അതിൽ കാര്യങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ആ കുഞ്ഞും പറയുന്നത് ഇവിടെ അച്ഛനും അമ്മ ഇല്ല, അവര് വന്നിട്ട് എന്തോന്ന് വെച്ചാൽ സംസാരിക്കാൻ കുഞ്ഞമ്മയെന്നാണ് അവള് പറഞ്ഞത്. പക്ഷെ അതുപോലും ഒരു വില കൊടുക്കാതെയാണ് ഇങ്ങനെ ഒരു ദുഷ്ട പ്രവൃത്തി ചെയ്തത്. ഒരിക്കലും ആരോടും ചെയ്യാത്തൊരു കാര്യം. കഷ്ടം എന്ന് പറഞ്ഞാൽ ഒരു വീട് പോലെയാണ് എല്ലാവരും താമസിച്ചും ജീവിച്ചതും ഇത്രയും നാളും. ആ ഒരു ഇത് പോലും കുഞ്ഞമ്മ അതിന് സൗമ്യ ചെയ്തില്ല. എനിക്ക് കുഞ്ഞമ്മയെന്ന് വിളിക്കാൻ എനിക്ക് തോന്നുന്നില്ല. കാരണം ഇങ്ങനെ ഞങ്ങൾക്ക് ഏറ്റവും വാല്യൂ ഉള്ളത് ഞങ്ങളുടെ അമ്മൂമ്മയാണ്. ഇവർ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ആ അമ്മ ഇതുവരെ ആർക്കും ഒരു ഉപദ്രവം ചെയ്തിട്ടില്ല. തൻ്റെ വയ്യാതെ കിടക്കുന്ന ഭർത്താവിനെയും നോക്കുക മാത്രമാണ് ഈ അമ്മ ചെയ്യുന്നത്. അതുപോലെ ചുറ്റുപാടിലുള്ളവരെ വളരെയധികം സ്നേഹിക്കുന്ന ഒരു അമ്മയും കൂടെയാണ്. ഇത് ആദ്യത്തെയോ അവസാനത്തെയോ സംഭവമല്ല ഇങ്ങനെ വയസ്സായവരെ ഉപദ്രവിക്കുന്നത്. ഇനി നമുക്ക് അമ്മയുടെ അടുത്ത് പോയി നോക്കാം, എന്താ അമ്മയ്ക്ക് പറയാനുള്ളതെന്നും ചോദിച്ചറിയാം. ഞാൻ എൻ്റെ ഭർത്താവിനെ കുളിപ്പിച്ചു കൊണ്ടുവന്ന് തോത്താൻ അദ്ദേഹത്തിന് വയ്യായിരുന്നു. ഞാൻ തോത്തി കൊടുത്തേച്ച് അന്നേരം അദ്ദേഹം എന്നോട് പറഞ്ഞു, നീയും കൂടെ പോയി കുളിച്ചിട്ട് വാന്ന് പറഞ്ഞു. ഞാൻ തോർത്തെടുക്കാൻ കിഴക്കശത്തി വന്നപ്പം എൻ്റെ വഴി 2 കുന്താലി മേപ്പടയും താപ്പടയും കറങ്ങുന്നത്, അല്ലെങ്കിൽ കയറി ഇറങ്ങുകയും ചെയ്യുന്നത് ഞാൻ കണ്ടപ്പം ഞാൻ അവളോട് ഞാൻ ഒന്നും പറഞ്ഞില്ല. മോനോട് ഞാൻ പറഞ്ഞു, മോനെ കാശി അവിടെ അങ്ങനെ കിളച്ച് വെക്കല്ലേ, എൻ്റെ പിള്ളേർ മേലിൽ നിറങ്ങി വരുമ്പം അവർ വീഴും എന്നിത്രയും ഞാൻ പറഞ്ഞു. അവൾ പെട്ടെന്ന് എൻ്റെ മോൻ്റെ പേരും വിളിച്ചും കൊണ്ട് വന്ന് ഗേറ്റ് അങ്ങ് തട്ടി തുറന്നു. ഗേറ്റ് കെട്ടി തുറന്നു. എനിക്ക് 2 വീടുണ്ട്. ആ ഒരു വീട്ടിൻ്റെ അവിടം വരെ പോയേച്ച് അന്നേരം എൻ്റെ കൊച്ചുമോള് ചോദിച്ചു, എന്തുവാ കുഞ്ഞമ്മേ എളുപ്പം വന്നിട്ട് പോകുന്നത് എന്ന് ചോദിച്ചു. ഇപ്പം കാണിച്ചു തരാമെന്ന് പറഞ്ഞു വന്ന് ഊക്കിൽ എന്നെ പൊതുവേ ഞാൻ നടക്കുന്നത് ഇപ്പം 10 വർഷം കൊണ്ട് കാല് ഏന്തി മുടന്തിയാണ് നടക്കുന്നത്. ആ എന്നെ വന്ന് ഒറ്റ തള്ളി. ഞാൻ നെടുവേ അങ്ങ് വീണു. ചെടി നട്ടിരുന്ന കവർ അവിടെ ഇരുന്നത് കൊണ്ട് എൻ്റെ തല അതിലിരുന്നു. എൻ്റെ ഒരു സൈഡെല്ലാം കൂടെ അടിച്ചു. എൻ്റെ ഇടത്തെ സൈഡിൻ്റെ കാല് പൊങ്ങി മേപ്പോട്ട് വന്നപ്പം എനിക്ക് തന്നെ എണ്ണിക്കാൻ വയ്യാഞ്ഞിട്ട്, എന്നിട്ടും അവക്കുള്ള മോൻ കൂടെ ഉണ്ടായിരുന്ന അവനും എൻ്റെ കൊച്ചുമോളും കൂടെ എന്നെ പിടിച്ചെനക്ക് ഉയരാഞ്ഞപ്പം ഞാൻ അവളെ വിളിച്ചു.
മോളെ സൗമ്യേ വന്ന് എന്നെ അങ്ങ് പിടിച്ചെണ്ണിപ്പിച്ചേച്ച് പോ, നീ ചെയ്തത് തെറ്റ, ഞാൻ സഹിച്ചെന്നും പറഞ്ഞു വിളിച്ചനൊക്കെ അവൾ പറഞ്ഞു, എടാ കാശി ഇങ്ങോട്ട് വാ, നീ അവിടെ നിന്ന് അവരെ താങ്ങി നിൽക്കാതെ എന്നും പറഞ്ഞു മോനെ അങ്ങ് വിളിച്ചു. പിന്നെ എൻ്റെ മൂത്ത മോൻ്റെ ഭാര്യയും മക്കളും കൂടെ വന്ന്, കൊച്ചുമോനും കൂടെ വന്ന് എന്നെ എടുത്ത് ഇരിച്ചപ്പോൾ എനിക്ക് ഇരിക്കാൻ വയ്യ. കസേര എടുത്തുകൊണ്ട് വന്ന് എന്നെ ഒരു സൈഡ് തിരിച്ച് അതിലിരുത്തി. എന്നെ എൻ്റെ മക്കളും മരുമക്കളും കൂടെ കൂടി എടുത്ത് കാറിനകത്താക്കി കൊണ്ടുവന്നത് KNS-ലായിരുന്നു. ഒരുപാട് ബുദ്ധിമുട്ടി 5-6 പേര് കൂടി എന്നെ വളരെ ശ്രമിച്ച് വളർത്തി കിടത്തി എസ്ര എടുത്തേച്ച് കൊണ്ടുവന്ന് ചികിത്സയ്ക്ക് ആരംഭിച്ചു. ഇന്നലെ തന്നെ എന്നെ വിജയാസിലും വിട്ട് എക്കോ പരിശോധനയും ബാക്കി പരിശോധനകളെല്ലാം നടത്തിയിട്ട് തിരിച്ച് വീണ്ടും കൊണ്ടുവന്ന് എന്നെ ഇന്ന് എന്നെ എടുക്കാൻ കൊണ്ടുവന്ന്. അന്നേരവും ബുദ്ധിമുട്ടുണ്ട്. എസ്രായും എടുത്ത് എന്നെ ഇപ്പം വാർഡിലോട്ട് മാറ്റി അവിടെ കിടന്നിരിക്കുക. ഇനിയുള്ള കാര്യം എങ്ങനെയാണെന്നുള്ളത് എനിക്ക് അറിഞ്ഞും കൂടാ. ഞാൻ അമ്മയുടെ 2ാമത്തെ മകൻ്റെ വൈഫാണ്. എൻ്റെ കൂടെയാണ് അമ്മ 30 വർഷമായിട്ട് ജീവിച്ചു പോരുന്നത്. അമ്മയ്ക്കിപ്പം ഇത് സംഭവിച്ച പിന്നെ സഹിക്കാൻ പറ്റുന്നതിനപ്പുറത്തുള്ള വേദനയാണ്. ഇപ്പം ഇഞ്ചക്ഷൻ കൊടുത്തങ്ങോട്ട് ഇട്ടേക്കുന്നത് കൊണ്ട് എങ്ങനെങ്കിലും ഒന്ന് ഇരിക്കുന്നത്, ഇവിടെ ചൂടിക്കൊണ്ടേ ഇരിക്കുക. നമ്മൾ ഒരുപാട് കിടന്ന് കഷ്ടപ്പെട്ട് ഇത്രയും ഈ സർജറി കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഭയങ്കര നിലവിളിയായിരുന്നു. എന്നിട്ട് എത്ര മരുന്ന് എടുത്തിട്ട് പോലും ആ വേദനയ്ക്കൊരാശ്വാസം വരുന്നില്ല. അപ്പം ഇനിയുള്ള സമയങ്ങൾ ഇനി എന്ത് ചെയ്യുമെന്നുള്ളത് എനിക്ക് അറിയാനും വയ്യ. ഞാൻ തന്നെയുള്ളൂ ഇപ്പം കൂടെ.